ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അള്ളാഹ് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, ഈ ദുനിയാവിൽ നിനക്ക് എന്താ വേണ്ടത് അള്ളാഹ് നിനക്ക് തരും. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു 2 പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കുതിക്കുന്നവരാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരുപാട് നന്മകളൊന്നും വേണ്ട. ഒറ്റ വഖത്ത് നമസ്കാരം മതി അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ലതുപോലെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു വഖത്ത് നമസ്കാരം മതി അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അതാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടികെട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ടും മലക്കുകളെ മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച് കഴിഞ്ഞു, നീ അള്ളാന്റെ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹുവിന്റെ മലക്കുകൾ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് സന്തോഷ വാർത്ത പറയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ പടച്ചവനെ രണ്ടാമതൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. നിസ്കരിച്ച് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അവനോട് മലക്കുകൾ പറയുന്നു, എടാ പരാജയപ്പെട്ടവരെ, നീ നഷ്ടവാളിയാണ്, അല്ലാഹുവിന്റെ സ്വർഗം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നീ നരകത്തിന്റെ അവകാശിയാണ്. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചാ നീ നരകത്തിലാണെന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന മനുഷ്യരോട് പടച്ചവനെ മലക്കുകൾ പറയുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു വഖത്ത് നിസ്കരിച്ചാ സ്വർഗത്തിൽ പോകാ. പടച്ചവനെ ഒരു വഖത്ത് നിസ്കരിച്ചാ നമ്മൾ സ്വർഗത്തിലാടോ.